ഹായ്. അപ്പാനി ശരത്ത് അപ്പാനി ശരത്ത് എന്നെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, ചേച്ചിയെ കണ്ടത് സന്തോഷമായോ? ചേച്ചി എന്താ പറയാനുള്ളത്? പുള്ളി വന്നല്ലേ ഉള്ളൂ. പുള്ളി പ്രോഗ്രാം കണ്ടിട്ട് പുള്ളിയുടെ അഭിപ്രായം പുള്ളി നിങ്ങൾ എല്ലാവരും അറിയിക്കും. തീർച്ചയായിട്ടും ആ പെണ്ണ് പറഞ്ഞതാണ് കറക്റ്റ്. അവൻ വന്ന് കാണട്ടെ, അവൻ കണ്ട ശേഷം അവന്റെ അഭിപ്രായം പറയട്ടെ എന്ന് അവൾ പറയുന്നില്ലേ, അതിലോട്ടുണ്ട് എല്ലാം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു വിഷയം പറയാം. അപ്പാനി ശരത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കൂട്ടം കൂടി ഒരു പെൺകുട്ടിയെ അത്രയും ഭീകരമായി ആക്രമിച്ച ഒരു വ്യക്തിയാണ് അപ്പാനി ശരത്ത്. ലവലേശമെങ്കിലും സൗഹൃദത്തിന്റെ ഒരു ചെറിയ ഒരു കടുകുമണിയെങ്കിലും അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അവൻ അനുവിനെ അങ്ങനെ ആക്രമിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അപ്പാനി ശരത്തിൽ കണ്ട ഒരു മൈനസ് പോയിന്റ് എന്താണെന്ന് അറിയാമോ? അവൻ എന്തോ സംഗതിയാണെന്നും ബാക്കിയുള്ളവരൊക്കെ അവന്റെ അണ്ടറിൽ വേണമെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. മസ്താനിയെ പറ്റി അവൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ്, ഇവള് എൻ്റെ ഇന്റർവ്യൂവിന് എൻ്റെ പിറകെ നടന്ന ഒരു സ്ത്രീയാണ്. അവൻ മറന്നുപോയ ആ ഷോയുടെ വാല്യൂ ആണ്. ആ ഷോ എന്ന് പറയുന്നത് തന്നെ നാനാഭാഗത്തുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒന്നിച്ച് നിർത്തിയിട്ട് അവരുടെ ഈഗോ ഹേർട്ട് ചെയ്തിട്ട് ആ ഈഗോ ഹേർട്ട് ചെയ്യാതെ അതിനെ ഓവർകം ചെയ്ത് പെർഫെക്റ്റ് പേഴ്സണാലിറ്റി എന്ന് കാണിക്കാനുള്ള ഷോയാണ് അത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പാനി ശരത്ത് എന്ത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ ഫീലിംഗ് ഒരു ലോഡ് പുച്ഛം. കാരണം മസ്താനി അവൻ പറയുന്ന രീതി, അതിനേക്കാൾ ഉപരി അനുമോളോട് അവൻ കാണിച്ച രീതി. അനുമോൾ എങ്ങനെ മുന്നോട്ട് വന്നു, അനുമോൾ എങ്ങനെ ആ പൊസിഷനിലേക്ക് എത്തി, അപ്പാനി ശരത്താണ് കൊണ്ടുവന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. സപ്പോസ് അങ്ങനെയല്ല എങ്കിൽ പോലും, എന്നാൽ പോലും അവളുടെ എബിലിറ്റിയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അവൾ ഏബിൾ അല്ലെങ്കിൽ അവളെ ആരും കാണത്തില്ല. അവളെ കാണാൻ ചന്തയില്ലെങ്കിൽ, അവൾക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ, അവൾക്ക് നന്നായി ആങ്കറിങ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഒരു മനുഷ്യരും അവളെ അറിയാൻ പോലും പോകുന്നില്ല. ഞാനൊരു സീരിയൽ ലവറൊന്നുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല അനുമോളിനെ അങ്ങനെ. മിക്കവാറും എനിക്ക് സത്യത്തിൽ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഒരേ വീഡിയോസ് വരുമ്പോൾ ദേഷ്യം തോന്നാറുണ്ട്. ഇപ്പോൾ രേണുസുതിയോടുള്ള ദേഷ്യം അതാണ്. എപ്പം നോക്കിയാലും അവളുടെ വീഡിയോസാണ് ഇങ്ങനെ കയറി വരിക. കാണുമ്പോൾ ഒരു മടുപ്പുണ്ടല്ലോ. അല്ലെങ്കിൽ ആപ്റ്റായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം അവർ പറയുക. അങ്ങനെയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. അപ്പോൾ അതേപോലെ ഒരു അവസ്ഥയാണ് എനിക്ക് അനുമോളോട് മുൻപ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം എനിക്ക് അവളെ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അനുമോള് പിന്നെ രേണു സുധിയും കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ അനുമോളെ ഇഗ്നോർ ചെയ്തുകൊണ്ട് രേണു ഇരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു ഇവർ തമ്മിലായിരിക്കും ബിഗ് ബോസിൽ ക്ലാഷ് ഉണ്ടാകാൻ സാധ്യത കൂടുതലെന്ന്. പക്ഷേ രേണു ഒരു നനഞ്ഞ പടക്കമാണെന്നുള്ളത് അതിനകത്ത് അവൾ തെളിയിക്കുക തന്നെ ചെയ്തു. പിന്നെ അപ്പാനി ശരത്ത് പലപ്പോഴും രേണുവിനെ അനുവിനെ ആക്രമിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവൻ പലപ്പോഴും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെ ഭയങ്കര ക്രൂവൽറ്റി നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റാണ്. നമ്മുടെ വീട്ടിലുള്ളവരടുത്ത് പോലും നമ്മൾ അങ്ങനെ സംസാരിക്കത്തില്ല. നിന്നെ ഞാൻ ശരിയാക്കി കളയും, നിന്നെ ഞാൻ തീർത്ത് കളയും. അതായത് ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് നമ്മൾ പറയാം, അടിക്കാൻ പൊട്ടിക്ക്, നിന്നെ കൊന്നളയും, തല്ലി കൊല്ലും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആ ഒരു ഫോം പോലും അവിടെ അങ്ങനെയൊന്നും പോലും അവിടെ ആരോടും പറയാൻ പാടില്ല. നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു പറയുന്നത് പോലും പറയാൻ പാടില്ല. പക്ഷെ വളരെ ക്രൂക്കഡായി, വളരെ വൾഗറായിട്ടായിരുന്നു അയാൾ അവിടെ അനുമോളോട് ബിഹേവ് ചെയ്തത്. ഭയങ്കര മോശമായിട്ടായിരുന്നു. അത് മാത്രമല്ല, അയാളുടെ പല സ്റ്റേറ്റ്മെന്റും കേൾക്കുമ്പോൾ ചിരി വരും. ഇപ്പോൾ മസ്താനിയോട് അയാൾ പറഞ്ഞത് അത് തന്നെ ഒരു വലിയ റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൻ്റെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇവളൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, ഞാൻ കൊടുത്തില്ല. അങ്ങനെ തെണ്ടി നിന്ന പെണ്ണാണ്. ഇന്റർവ്യൂ എന്ന് പറയുന്നത്, നിന്റെ ഇന്റർവ്യൂ കിട്ടിയാലേ അവൾ ജീവിക്കുള്ളൂ എന്ന് എന്നോട് ആരാ പറഞ്ഞേ? മസ്താനി അപ്പാനി ശരത്തിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടല്ല ഫേമസ് ആയത്. അവൾ ഒരു ചാനലിന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ നടത്തിയിരുന്ന പെണ്ണാണ്. ആപ്റ്റായ കറക്റ്റായ ക്വസ്റ്റ്യൻസ് ഓൺ ടൈമിൽ കൃത്യമായി ചോദിക്കാനുള്ള ടാലന്റ് ആ പെണ്ണിനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മസ്താനിയുടെ റിയൽ ഫേസ് കാണാം. കാരണം നമ്മൾ വിചാരിക്കുന്ന കണക്ക് പ്രൊമോ കണ്ടിട്ട് ഇപ്പൊ എന്തരാ മസ്താനി അങ്ങ് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചോണ്ട് നിൽക്കണ്ട. ഒരു വാഴയും നടക്കത്തില്ല. സ്ട്രോങ് ആയിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് പറയുന്ന പെണ്ണ മസ്താനി. അവളിപ്പോൾ നോക്കിയോ പറയാൻ പോണ എന്താണെന്ന്. ഈ ജീവിതത്തിൽ പട നയിച്ച് കയറി വന്ന പെണ്ണുങ്ങളെടുത്ത് കൊരുക്കാൻ നിൽക്കരുത്. അവർ മുന്നും പിന്നും നോക്കാത്തവരാ. കറക്റ്റായിട്ട് കാര്യം അങ്ങോട്ട് പറയും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെടുത്ത് ഒരു കളിയും നടക്കത്തില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു എക്സ്പ്ലനേഷനാണ് ഇത്തവണത്തെ ബിഗ് ബോസ് എന്ന് ഞാൻ പറയും. അപ്പാനി ശരത്ത് പലപ്പോഴായിട്ട് അനുമോളുടെ കറ്റി ഡീഗ്രേഡ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പാനിയെ പറ്റി ഇങ്ങനെ പറഞ്ഞാലോ, അപ്പാനിയുടെ അടുത്തിരിക്കുന്ന ആ പെണ്ണുമ്പിളയെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ? അപ്പാനി ഒന്ന് ഓർത്തു നോക്കൂ. അപ്പാനിക്കും മക്കളില്ലേ, പെൺകുട്ടികളില്ലേ? ആ കുഞ്ഞുങ്ങളെയൊക്കെ പറ്റി ഇതുപോലെ അവർ വളർന്ന ശേഷം ഇത്തരം വൃത്തികേടുകൾ പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവക്ക് മുമ്പ് ഏതോരുത്തനുമായിട്ടൊക്കെ എന്തൊക്കെയുണ്ടായിരുന്നു. ഓർത്തു നോക്കൂ താൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. എനിക്കറിയില്ല തൻ്റെ ഭാര്യ ഇതൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുമോ ഇല്ലയോ എന്ന്. എനിക്കിത് പറയണമെന്ന് തോന്നി. കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് സംസാരിക്കേണ്ടേടോ. എന്നിട്ടും
പബ്ലിക്കിൽ വന്ന് പുറത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ മസ്താനി തന്നെ ചെറി വിളിച്ച കാര്യം പറയുമ്പോഴെങ്കിലും മസ്താനി നിനക്ക് എന്നെ കൊണ്ടൊരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി എന്നെങ്കിലും പറയാനുള്ളൊരു മാനസിക വലിപ്പം നീ കാണിച്ചോ? ഇല്ല. നിന്നെ ഒരാളും ഇന്റർവ്യൂവിന് വിളിക്കരുത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ഇവന്റെ ഇന്റർവ്യൂവിനെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാവണം. നിങ്ങളിൽ ഒരാളെയാണ് അവനെ അപമാനിച്ചത്. ഒരു കാരണവശാലും ഇവനൊരു സ്പേസ് ഇനി ആരും കൊടുക്കരുത്. കാരണം അഹങ്കാരിയാണ്. അഹങ്കാരികൾ ഒരു കാരണവശാലും നന്നായോ രക്ഷപ്പെട്ടോ ചരിത്രമേ ഇല്ല. അഹങ്കാരിക്ക് എന്നും നിലപതനം തന്നെയാണ്. അത് അത്രേ ഉണ്ടാവുള്ളൂ അപ്പാനി, അത് മനസ്സിലാക്കുക. നിന്നെക്കാൾ കഷ്ടപ്പെട്ട് ഗതികെട്ട് ഉയർന്നു വന്നവരിൽ ഒരുപാട് പേരുണ്ട്. ഉദാഹരണം മോഹൻലാലിനെ തന്നെ കണ്ടു നോക്ക്. അവനെങ്ങനെ ഇപ്പോൾ ഇതുപോലെ ഒന്ന് സിനിമയിൽ അഭിനയിക്കേണ്ട ഗതികേടൊന്നും ഉണ്ടായിരുന്നില്ല. ഐ മീൻ അങ്ങനത്തെ ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടൊന്നും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അതൊരു പാഷനായിട്ടായിരുന്നു അയാൾ അതിനകത്ത് വന്നത്. അപ്പോൾ കിട്ടിയ റോള് എന്തായിരുന്നു? അന്ന് ശങ്കറിന്റെ കൂടെ ശങ്കർ ഹീറോയും ഇയാള് പിന്നെ വില്ലനുമായിട്ടാണ് എൻട്രി പോലും കിട്ടിയത്. എന്നിട്ട് എന്തായി? അതാണ് ആ എഫർട്ടാണ് അദ്ദേഹത്തിനെ ഇപ്പൊ ആ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇപ്പൊ കാണിക്കുന്ന കന്നന്തിരിവാണെങ്കിൽ പോലും അയാൾ വന്ന വഴി അങ്ങനെയാണെന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ ഓരോ മനുഷ്യർക്കും ഈ ഒരു സ്ട്രഗിൾ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓരോരുത്തർക്കും, മമ്മൂട്ടിക്കും അങ്ങനെ തന്നെ, മോഹൻലാലിന്, സുരേഷ് ഗോപിക്കും ഒക്കെ ഇതേപോലൊരു ചരിത്രമുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒത്തിരി കഷ്ടപ്പെട്ട് മുന്നേറി വന്നവരാണ്. ഒരു എക്സാമ്പിളും കൂടെ പറയുമ്പം അപ്പാനിക്ക് ഏകദേശം പിടികിട്ടും. ദിലീപ് ലൈറ്റ് ബോയ് ആയിട്ടായിരുന്നു തുടക്കം. ലൈറ്റ് ബോയ് ആയി വന്ന് അയാളുടെ കഴിവ് കൊണ്ടാണ് അയാൾ ജനപ്രിയ നായകനായി മുന്നോട്ട് വന്നിരുന്നുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അഹങ്കാരം. താൻ പോരിമയുള്ള താനെന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഒരു പെണ്ണിനെ ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തതിന്റെ പേരിലാണ് ഇന്ന് ദിലീപ് ഈ കഷ്ടപ്പാട് അത്രയും അനുഭവിക്കുന്നത്. ആളുകൾക്കിടയിൽ ഒരു വാല്യൂം ഇല്ലാതെ നീങ്ങി നിൽക്കുക. അങ്ങനെ നീങ്ങി നിർത്തപ്പെടേണ്ട ഒരു നടനേ അല്ല ദിലീപ്. സത്യം പറഞ്ഞാൽ ചെറിയ മക്കളുടെ മനസ്സിൽ കയറിയ മനുഷ്യനാണ്. അത്രത്തോളം നല്ല, എനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു അവൻ്റെ ആക്ടിങ് ഒക്കെ. പക്ഷേ ഈ ക്യാരക്ടർ ഇതാണെന്ന് അറിയുമ്പോൾ നമ്മൾ വെറുത്തു പോകുന്ന ഒരു ലെവലുണ്ടല്ലോ. അതേപോലെ കാവ്യ മാധവൻ ഈ ദിലീപിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് കാവ്യക്ക് ഈ പ്രശ്നം. കാവ്യ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ നെഞ്ചിൽ നിന്ന പെണ്ണാണ്. അതിപ്പോഴും മാറ്റമില്ല. എന്തൊരു ഭംഗിയാണത്, മലയാളിത്തം എൻ്റെ മുഖത്തുണ്ട്. പക്ഷേ മഞ്ജു വാര്യരെ പോലുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ അങ്ങോട്ട് ചതിക്കാനും ഇങ്ങനെ അങ്ങനെ നശിപ്പിക്കാനും കൂട്ടുനിന്നു എന്നൊരു കാര്യം കൊണ്ടാണ്. അപ്പൊ സിനിമാ ഫീൽഡിലുള്ളവരെ തന്നെ ഞാൻ പറയണത് അപ്പം എനിക്ക് കുറച്ചുകൂടെ ബോധ്യം വരാനാണ്. ഇനിയും സമയമുണ്ട്, വൈകിയിട്ടില്ല. നീ ഇനിയൊരു ഇന്റർവ്യൂ കൊടുത്താൽ ഈ ചെയ്തതിനൊക്കെ നീ മാപ്പ് പറയുകയാണ് വേണ്ടത്. പൊതുസമൂഹത്തിനോട് നീ മാപ്പ് പറയണം. കാരണം ഞങ്ങളാണ് നിന്നെ കണ്ടത്, ഇനി കാണേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ ചെയ്ത തെറ്റിന്റെ വ്യാപ്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മാപ്പ് പറയുന്നു എന്ന് നീ പറയുകയാണെങ്കിൽ നീ മിടുക്കൻ. അല്ല വെച്ചാൽ നീ വെറും നാറിയാണ്. നിന്റെ ഒരു സിനിമ പോലും ഞാൻ കാണത്തില്ലടാ. അത്ര മോശമാണ് നീ അനുവിനെ പറഞ്ഞിട്ടുള്ളത്. അനു എന്തോ നിന്റെ കാലിന്റെ അടിയിൽ കിടക്കേണ്ട ഒരു സ്ത്രീയാണെന്നുള്ള ഇതാണ് നീ പറഞ്ഞത്. അത് മസ്താനി വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത്. കാരണം അനു ഇവന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇവന്റെ കൂട്ടുകാരിയാണ്, അല്ലെങ്കിൽ ഇവരുടെ നാട്ടുകാരിയാണ് എന്നൊക്കെ അല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. മസ്താനി കെഞ്ചി കേണ് എവന്റെ പിറകെ നടന്നു എന്നാ പറയുന്നത്. ഒരാളെ ഡീഗ്രേഡ് ചെയ്യുന്നതിന് തന്നെ അങ്ങോട്ട് പുകഴ്ത്തി കാണിക്കാൻ മറ്റൊരാളെ ഡീഗ്രേഡ് ചെയ്യുന്നതാണോ ശരിയായ നടപടി? അതിൽ തന്നെയുണ്ട് ഇവന്റെ വൃത്തികെട്ട വ്യക്തിത്വം. അപ്പാനി എന്ന് പറയുന്ന വൃത്തികെട്ടവനിക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കിട്ടിയത് സത്യത്തിൽ ഒരു ബ്ലെസ്സിങ് ആണെന്ന് കൂട്ടിക്കോ. ഒരാഴ്ച കൂടെ നീ അതിനകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നീ ഡെഡാണ്. അമ്മാതിരി നിന്നെ ആളുകൾ വീർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തൽക്കാലം നിന്റെ അത് പാട്ടായിട്ട് വാങ്ങിച്ചെടുത്തത് അക്ബറാണ്. നിന്നോടുള്ള പ്രീതിയും നിന്നോടുള്ള സ്നേഹവും കാണിക്കാൻ അക്ബർ വീണ്ടും അവിടെയുള്ള പെണ്ണുങ്ങളെ ആക്രമിക്കും, തോന്നിവാസം പറയും. അവൻ വിചാരിക്കുന്ന അവന്റെ പെണ്ണുമ്പിളെ കിണിച്ചുകൊണ്ട് വന്നിട്ട് കീന്ന് പറഞ്ഞ ഉടനെ ഞാൻ ഭയങ്കര മേന്മയുള്ളവനായെന്നാണ്. അവിടെ ഒരു മെസ്സേജും കൂടിയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. ഓണാഘോഷം പറയാൻ അവൻ്റെ ഉമ്മ പറഞ്ഞിട്ടില്ല, അവൻ്റെ ഉമ്മ വന്നിട്ടില്ല, ഫോൺ വിളിച്ച് അവൻ്റെ ഉമ്മ അലർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ടോക്സിക്കായ നട്ടലില്ലാത്ത ഒരു കഴിവാണ് അവനെന്നുള്ളതിൻ്റെ തെളിവാണ് അതൊക്കെ. ഇതൊക്കെ മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. നമ്മൾ അതിനകത്ത് പെട്ടുപോകുമ്പം പുറത്തു നിൽക്കുന്ന ഒരു ഹിൻഡേ തരാൻ പറ്റുള്ളൂ. ആ ഹിൻഡിൽ കൂടെ ഉദ്ദേശിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള ടൈമും അവിടെയുണ്ട്. ചിന്തിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പം ചിന്തിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ചിന്തിച്ചെടുക്കാതെ വീണ്ടും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നവരെ ആർക്കും രക്ഷിക്കാനാവില്ല എന്നുള്ളത് ചുരുക്കം. ആകെ മൊത്തത്തിൽ ഫ്ലോപ്പ് സ്റ്റോറിയാണ് ഈ പറഞ്ഞ ആണുങ്ങൾക്കൊക്കെ അതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീകളെ ഇകഴ്ത്തുകയും തെറി വിളിക്കുകയും ചെയ്യുന്നതല്ലടാ മേന്മ. നിനക്ക് പെൺമക്കളില്ലേ? നിന്റെ ഭാര്യയുടെ അടുത്ത് നീ ചോദിച്ചു നോക്കിയാണ് തെറി വിളിക്കുന്ന തല്ലുന്ന പുരുഷന്മാരെയാണോ ആണുങ്ങൾക്ക് ഇഷ്ടം, ആളുകൾക്ക് ഇഷ്ടമെന്ന്? സിനിമകളിലൊക്കെ പലതുമൊക്കെ കാണിക്കും തെറി വിളിക്കുന്ന ആണുങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഹീറോ പരിവേഷം, അതൊക്കെ ചില രീതിയിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഒരു തെറി വിളിയൊക്കെ നമ്മളും അംഗീകരിക്കും. അതൊക്കെ നമുക്ക് ഇഷ്ടം. ഇവിടെ വാടി എന്നൊക്കെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. അത് നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരായിരിക്കണം. അല്ലാതെ റോഡേ പോകുന്നവരത്തെ വാടി പൊടിയെന്ന് വിളിച്ചാൽ ചാണകം വാരി എറിയാൻ തീട്ട വാരി എറിയാനേ തോന്നുള്ളൂ. നിന്നെ അതിനേക്കാൾ കേവലക്കെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചറിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്രത്തോളം നീ ആ പെൺകുട്ടിയെ അപമാനിച്ചു, അവഹേളിച്ചു.
സ്ത്രീകളെ അവഹേളിക്കുന്ന കേമത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന എല്ലാ മലരുകൾക്കും നല്ലൊരു ഉദാഹരണമാണ് നീ. നിന്നെപ്പോലുള്ള ഇത്രയും വൃത്തികെട്ട മെന്റാലിറ്റി ഉള്ളവന്മാര് സത്യത്തിൽ സൊസൈറ്റിയിൽ പെണ്ണുങ്ങൾ അടുപ്പിക്കാൻ പാടില്ല. ഇവനുണ്ടെങ്കിൽ ആ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് പറയാൻ തയ്യാറായാൽ അവിടെ തീരെ നിന്റെയൊക്കെ കുത്തിക്കഴപ്പ്. അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ ഒരെണ്ണം പറയണം മാറി തിരിഞ്ഞ്. ചിലപ്പം അവസരങ്ങൾ നിഷേധിക്കപ്പെടാം, ചിലപ്പോൾ നമ്മളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താം. എന്നാലും നമ്മുടെ നിലപാട് കൊണ്ട് മുന്നോട്ട് വേറെ പെണ്ണുങ്ങൾക്ക് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ അതൊരു ഉപകാരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും തരണം. നിങ്ങളുടെ കമൻസിൽ കൂടിയാണ് എനിക്ക് എന്നെ ശരിക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഈ ചെയ്യുന്നത് എനിക്ക് പരിചയമുള്ള ഒരു ഫീൽഡല്ല, എന്നാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. കമൻസിൽ കൂടെ എൻ്റെ അഭിപ്രായത്തിനോട് നിങ്ങൾ യോജിപ്പുണ്ടോ എന്നുള്ളത് അറിയാനും സാധിക്കും. തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ ഞാൻ ഇടുന്നത് അപ്ഡേഷൻ കിട്ടുകയും ചെയ്യും. താങ്ക്